അങ്ങനെ രാവിലെ നമ്മൾ കരിമ്പ് വെട്ടുകയാണ്. ഒന്നാമത്തെ കരിമ്പ് അവിടുന്ന് വെട്ടിയിട്ടേ. യെസ്, കയ്യിലടിക്കാതെ വെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കയ്യിലടിക്കാൻ പറ്റുന്നില്ല. യെസ്, പൂത്തത് പൂത്ത് പോയി കേട്ടോ. പൂക്കുന്നതിന് മുന്നേ വെട്ടണമായിരുന്നു. ആ, വെട്ടിക്കോ, ഇനി 3-4 വെട്ടട്ടെ. വെട്ടിക്കോ. പിടിക്കാം. പിന്നെ കവർത്തി കിടക്കണ്ടു. അടുത്ത വെട്ടിക്കേ. കരിമ്പ് പൂക്കുന്നതിന് മുന്നേ വെട്ടുവാണെങ്കിൽ അകത്ത് ഇങ്ങനെ പൊങ്ങാകത്തില്ല. ജസ്റ്റ് പൂ വന്നതിന് മുന്നേ വെട്ടിയെടുക്കുവാണെങ്കിൽ അകത്ത് നല്ലപോലെ കരിമ്പിന് വെള്ളമയം കാണും. അത് വേണ്ട എങ്കിൽ വെട്ടിത്താ. ആ, അവിടെ വെട്ടിക്കോ. മതി മതി മതി, ഇത്രയും മതി. ഇത്രയും നീളമുണ്ട്. ഉണ്ടോ? യെസ്, 2 എണ്ണമായി ഇപ്പം. ആ, പൂത്ത് കഴിഞ്ഞ അകത്ത് പൊങ്ങ് പോലായി പോവുപ്പേ. കഴിഞ്ഞ ആടെ അങ്ങനെ ആയിരുന്നു. പൂത്ത നോക്കിയപ്പോ എവിടെ പൊട്ടിയിരിക്കുന്നേ? എനിക്ക് അത് വെട്ടിയെടുത്തേക്ക്. ആ, അങ്ങനെയാണെങ്കിൽ വെട്ടിയെടുക്ക്. യെസ്, ഇനി എത്ര എണ്ണം വെട്ടണം? 1, 2, 3 വെട്ടണം. അതും കൂടെ വെട്ടിക്കോ. ഇതും പൂത്തിരിക്കുക. യെസ്, ഓക്കെ, പിടിക്കാം. ആ, അവിടെ നിന്ന് വെട്ടി വിട്ടിട്ടതാ. യെസ്, ഇത് തീരെ ചെറുതാണ്, ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് വെട്ടിയെടുത്തത്. ഇത് വളഞ്ഞിട്ടില്ല. അടുത്തത് മതി, ഇപ്പം അത്ര മതി. അത് താഴെ പൊട്ടിയിട്ടുണ്ടോ? എങ്കിൽ പൊട്ടിയത് വിട്ട്, അല്ലാത്ത നിൽക്കട്ടെ. ആ, യെസ്. 2-3 എടുത്ത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അകത്തോട് മണ്ണ് കയറി നോക്കിയേ. ചൂട് നോക്കി. ആ, ശരിയാ.
അതിലൂടെ മണ്ണ് കയറി എങ്ങനെ ഉണ്ടോ പൊട്ടിയിട്ടുണ്ട് കരിമ്പ് അതുപോലെ. അമ്മയ്ക്കാരെ ഒന്ന് നിൽക്കട്ടെ എടുത്തിട്ട് എന്നോ ആ നിൽക്കട്ടെ അപ്പം ഇനി എന്തിനാ അത് മതി ഇത്ര ആയി മതി. കൊണ്ടുപോ. അങ്ങനെ കരിമ്പ് വെട്ടിക്കഴിഞ്ഞു. നിൽക്കട്ടെന്നോ വെട്ടിയൊക്കെ ചെന്നോ 5 വലിയ കരിമ്പും ഒരു കൊച്ചു കരിമ്പും. ഏ അങ്ങനെ കരിമ്പ് വെട്ടൽ കഴിഞ്ഞിരിക്കുന്നു. വെട്ടണോ ഇത്